വളരെ മനോഹരമായൊരു ദൃശ്യത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത്. എന്നാൽ വളരെ സംഘർഷഭരിതമായ ഒരു രംഗത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ശ്രീരാമാഭിഷേക വിഘ്നമാണ് ഭാഗം. ശ്രീരാമന് പട്ടാഭിഷേകം നടത്തി ശ്രീരാമൻ അയോധ്യയിൽ വസിച്ച് രാജ്യം ഭരിക്കുകയാണെങ്കിൽ അയോധ്യയിലെ എല്ലാവർക്കും ക്ഷേമമായിരിക്കും എന്നുള്ളത് ശരി തന്നെ. പക്ഷേ രാവണ നിഗ്രഹം നടക്കുകയില്ല എന്നുള്ള ദേവന്മാരുടെ ചിന്തയിൽ നിന്നാണ് സത്യത്തിൽ ഈ രാമാഭിഷേക വിഘ്നം സംഭവിക്കുന്നത്. അതെപ്രകാരമാണ് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു, വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു, ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യയ്ക്കെഴുന്നള്ളുക വേണം, രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ച. ചെന്നുടൻ മന്ദരതന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ടു ചൊല്ലിച്ചു, പിന്നെ വിരവോടു കൈയെ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ദരതൻ വദനാന്തരേ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ട് കൈകേയിതാനും അവളോടു ചൊല്ലിനാൾ, മന്ദരേ ചൊല്ലു നീ, രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ. ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്ക്, ആരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടെടോ, കാമിനിമാർ കുലമൗലി മാണിക്യമേ. യുദ്ധം അവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ചു ദാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായോരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം. ഞാൻ അറിഞ്ഞില്ലതിനില്ല ഒരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിലാരെയുമില്ല മറ്റോർക്കനീ. അത്രയുമല്ല, ഭരതനേക്കാൾ മമ പുത്രനാം രാമന് സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും, നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ
എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ. മമനന്ദനൻ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ. മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ല, ഒട്ടുമേ ഭേദമവനിൽ ഒരിക്കലും. അശ്രാന്തമെന്നെയത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തൊരാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. കേകയപുത്രി തൻ വാക്കുകൾ കേട്ട് അവളാകുലചേതസ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകാരണം കേൾക്ക നീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ട് നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട്. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ട് ധരണിയിൽ വാഴുകയിൽ നല്ലൂ മരണം. അതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലത് കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിൽ അതിനൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നുടെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകമ്പൊക്കു സന്നദ്ധനായി ചെന്ന് അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്ത് പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിന്തൊഴിൽ കണ്ട അതിസന്തോഷമുൾക്കൊണ്ട് ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനും.
നിഞ്ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ 2 വരം തരാം, നീ എന്നെ രക്ഷിച്ചുകൊണ്ടതു മൂലം വരിച്ചുകൊണ്ടാലും നീ. ഭർതൃവാക്യം കേട്ട് നീയും അന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാൻ ഒരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടൂ എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ, മനസ്സേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് അതിശോഭ പൂണ്ടൊരു കാർകൂന്തലഴിച്ചിട്ട് പുമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിക. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചുകൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈയും പദ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ച് ചിത്തമോഹേന കോപാലയമേവിനാൾ. പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ച് ചിത്തമോഹേന കോപാലയമേവിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാൾ, ഇനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവൻ. അല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ. അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര. പിന്നെ യൗവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകമ്പു കരുളിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായ കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ. മന്ദമാകുന്നിതുന്മേഷം എൻ മനസ്സേ. ചൊല്ലുവിൻ ദാസികളെ, ഭവത്സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവി തന്നാളികളും പറഞ്ഞിടിനാർ.
ക്രോധാലയം പ്രവേശിച്ചതിന്മൂലം അതേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു. സസംഭ്രമം മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരീ ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ് ആതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തിനോടു ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പൻ അവനെ ഞാൻ. വധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നോട് പദ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിടായിക സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ട് സുരാസുരായോധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായി അന്നു ഭവാൻ മമ ചിന്തിച്ച് 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു. ഭവാങ്കലതു 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ച് മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം. രാമനുഷസി വനത്തിനു പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം. മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വരചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ. ദുസ്വപ്നമാകന്ത കാൺകയോ ഞാൻ. ഇഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ. മമ മൃത്യുസമയമുപസ്ഥിതമാകയോ. കിം കിമേതൽകൃതം ശങ്കര ദൈവമേ പങ്കജലോചന ഹാ പരബ്രഹ്മമേ. വ്യാക്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയിതൻ മുഖം നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവമുര ചെയ്തു. എന്തിവണ്ണം പറയുന്നിതു ഭദ്രേ നീ. എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ
ഉര ചെയ്വതിനെന്തു കാരണം? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്ക് ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകേണമെന്നുണ്ടോ? രാമനാലേതു ഭയം നിനക്കുണ്ടാക, ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ ഏറ്റവും സംഘർഷഭരിതവും സങ്കടകരവുമായ രംഗമാണ് ഇത്. ശ്രീരാമനെ കൊണ്ട് രാവണനെ വധം ചെയ്യാൻ പറ്റണമെങ്കിൽ അയോധ്യയിൽ തന്നെ ജീവിച്ചാൽ മതിയാവുകയില്ല എന്നുള്ളത് കൊണ്ട് ദേവന്മാരെല്ലാം കൂടി നിരൂപിച്ച് സരസ്വതി ദേവി അയക്കുകയാണ്. രാമായണത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയും, രാമൻ്റെ വനവാസത്തിന് കാരണം മന്ധരയല്ല, കൈകേയിയല്ല, ആരും ഭ്രമിക്കായിക, രാജാവുമല്ല കേൾ എന്ന് എഴുത്തച്ഛൻ പറയും. കാരണം അത് വിധിഹിതമാണെന്നാണ് പറയുന്നത്. സരസ്വതി ദേവി മന്ധരയുടെ നാവിൽ ചെന്നിരുന്ന് പറയിക്കുന്നു എന്നാണ് പറയുന്നത്. മന്ധര കൈകേയിയുടെ അടുത്ത് എന്ന് പറയുന്നു, നീ എന്താ അറിഞ്ഞത്? രാമൻ്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കൈകേയി ഉടൻ എണീറ്റ് ഒരു തങ്കാഭരണം കൊടുക്കുകയാണ്. കൈകേയിയോട് മന്ധര പറയും, എനിക്കെങ്ങും വേണ്ട നിൻ്റെ ആഭരണം. നീ എന്തറിഞ്ഞിട്ടാണ്? നിൻ്റെ മകൻ ഇതാ സേവകനാകാൻ പോകുന്നു, നീ ദാസിയാകാൻ പോകുന്നു. സുമിത്ര രക്ഷപ്പെട്ടു. രാമൻ ചക്രവർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ രാജാവാകുമ്പോൾ ലക്ഷ്മണനെ മന്ത്രിയാക്കും. അതുകൊണ്ട് സുമിത്രയ്ക്ക് രക്ഷയുണ്ട്, നിനക്കാ രക്ഷയൊന്നുമില്ല, നീ ഒരുപാട് കഷ്ടപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ കൈകേയി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എൻ്റെ രാമനെ എനിക്കറിയാം. രാമായണത്തിൽ ഭയങ്കര ഇമോഷണലായൊരു രംഗമാണ് കേട്ടോ. എൻ്റെ ഭരതനെ എനിക്കറിയാം, കൈകേയി പറയുകയാണ്. കൗസല്യേക്കാളേറെ അവൻ എന്നോട് സ്നേഹമുണ്ട്. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പോ മമനന്ദനൻ. മമനന്ദനൻ എന്നാണ് വിളിക്കുന്നത്. മമനന്ദനൻ, എൻ്റെ മോൻ എന്നാണ് വിളിക്കുന്നതൊക്കെ. എൻ്റെ മോൻ ഭരതനാണല്ലോ, പക്ഷെ ഭരതനെയല്ല എൻ്റെ മോൻ എന്ന് പറയുന്നത് രാമനെയാണ്. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റ വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. എനിക്കെൻ്റെ ഭരതൻ രണ്ടാമതാണ്. രാമായണത്തിൽ എന്നെ വിതുമ്പിച്ചിട്ടുള്ള അപൂർവ സന്ദർഭങ്ങളിൽ ചിലതാണ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ദയവായി പ്രേക്ഷകർ ക്ഷമിക്കണം. എൻ്റെ ഭരതൻ എനിക്ക് രണ്ടാമതാണ്, എൻ്റെ മൂത്ത മോൻ എപ്പോഴും രാമനാണ് എന്ന് മന്ധരയോട് തർക്കിച്ച ആളാണ് കൈകേയി. ആ കൈകേയിയുടെ വാത്സല്യത്തിൻ്റെ നിറകുടത്തിനെയാണ് മന്ധരയുടെ വാക്കുകൾക്ക് എറിഞ്ഞുടയ്ക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ എന്തുമാത്രമാണ് മനുഷ്യരുടെ സ്നേഹങ്ങൾക്കിടയിൽ നുണ പ്രവർത്തിക്കുന്നത് എന്ന് എഴുത്തച്ഛൻ കാണിച്ചു തരികയാണ്. മന്ധരയോട് പറയുന്നുണ്ട്, രാമനെക്കുറിച്ച് എനിക്ക് ഒരു പേടിയുമില്ല, രാമൻ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, അധികാരം കയ്യിൽ വന്നോട്ടെ, അപ്പോഴറിയാം അവൻ്റെ സ്വഭാവം. നാട്ടിൽ നിന്ന് ആട്ടിക്കളയും, അല്ലെങ്കിൽ ഒരു വാട്ടവുമില്ലാതെ രാമനം വധിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നീ പണ്ട് സുരാസുര യുദ്ധ സമയത്ത് ദശരഥൻ ദേവേന്ദ്രൻ്റെ പ്രത്യേക ക്ഷണിതാവായി അവിടെ എത്തി യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രഥചക്രത്തിൻ്റെ ആണി ഊരിപ്പോവുകയും അതറിയാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ തേര് മറിഞ്ഞ് അദ്ദേഹം വീഴാതിരിക്കാൻ വേണ്ടി നീ നിൻ്റെ വിരൽ ഈ ചക്രത്തിൻ്റെ രഥാക്ഷകീലം പോയപ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്ക് കയറ്റി വെച്ച് ഈ ചക്രം ഇങ്ങനെ അരഞ്ഞരഞ്ഞരഞ്ഞ് വിരലിങ്ങനെ മുറിഞ്ഞ് രക്തം വരുമ്പോഴും അത് സഹിച്ചുകൊണ്ട് നിന്നില്ലേ? യുദ്ധം കഴിഞ്ഞ് രാജാവ് നോക്കുമ്പോൾ വിരലിൻ്റെ ഏതാണ്ട് കാൽഭാഗത്തോളം പോയിരിക്കുന്ന നിൻ്റെ കൈ കണ്ട് വളരെ
എന്നാണ് നിന്നോടുള്ള ഉൾപ്രേമം വർദ്ധിച്ചിട്ട് നിന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് നിനക്ക് എന്തു വേണം പറയൂ എന്ന് ചോദിക്കുമ്പോൾ 2 വരം എനിക്ക് വേണം, അത് ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് നീ വച്ചിരിക്കുന്നുണ്ടല്ലോ. ആ വരം ചോദിക്കാനുള്ള സമയമാണിപ്പോൾ. അവസരങ്ങൾ പാഴാക്കി കളയരുത്. ഇപ്പോഴാണ് അവസരം. ഇപ്പോൾ ചോദിച്ചാൽ നിൻ്റെ മകൻ രാജാവായിരിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, രാമൻ അയോധ്യയിൽ ഉണ്ടായിരിക്കെ നിൻ്റെ മകൻ രാജാവല്ല ചക്രവർത്തിയായിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് രാമനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് വിടണം. 14 സംവത്സരം രാമനെ കാട്ടിലയക്കണം. ഇത് രണ്ടും സമാർജിച്ചെടുത്താൽ നീ വിജയിച്ചു എന്ന് പറയുകയും രാജാവ് വരുമ്പോൾ കൈയേയി മലിനവസ്ത്രധാരണിയായി കടന്ന് ഉരുളുകയും രാജാവിനെ കൊണ്ട് അവസാനം ഇത് സമ്മതിപ്പിക്കുകയും രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ചതിന് ശേഷമുള്ള കൈകേയിയെക്കുറിച്ച് എഴുത്തച്ഛൻ പറയുന്നത് വ്യാഘ്രിയെപ്പോലെ അടുത്തു മരുവെന്നവളെന്നാണ്. എന്തൊരു ഉപമയാണെന്ന് ഞാൻ ആലോചിച്ചു. വ്യാഘ്രി എന്ന് വെച്ചാൽ പെൺകടുവയാണ്. പെൺകടുവയ്ക്ക് ശൗര്യം കൂടുതലാണ്. പുറമേ വളരെ പ്ലസൻ്റായി കാണിക്കും, പക്ഷെ അതിൻ്റെ നഖം എപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. മാത്രമല്ല അത് പതുങ്ങി വരും. ഇരയെ പിടിക്കാൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടല്ല പെൺകടുവ വരുന്നത്, അത് പതുങ്ങി വരും. വരികയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ പെൺകടുവയെ പോലെ എന്നോട് പറ്റിക്കിടന്നിട്ട് എന്നെ ദ്രോഹിച്ച ഇവളെ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് രാജാവ് ഉള്ളിൽ വിചാരിക്കുന്ന എഴുത്തച്ഛൻ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഭരതന് രാജ്യം തരാം, രാമൻ കാട്ടിപ്പോണമെന്നുണ്ടോ, അവൻ എൻ്റെ കണ്ണുവട്ടത്ത് കിടന്നോട്ടെ എന്ന് പറയും. അതും സമ്മതിക്കില്ല. അവസാനം അതും രാജാവിന് സമ്മതിക്കേണ്ടി വരുന്നു. അത്തരത്തിൽ കുടുംബ ബന്ധത്തിന് വിള്ളൽ വീഴുന്ന ഒരു സംഘർഷ സന്ദർഭമാണ് ഇത്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഇതിനെ എങ്ങനെ കടന്നു പോകാം എന്ന് കൂടി എഴുത്തച്ഛൻ വരുന്ന ഭാഗങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസം പാരായണം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.